ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങളൊരു പച്ചരി കൊണ്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായി കാണാൻ ശ്രമിക്കുക. കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 1 കിലോ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബിരിയാണിക്ക് ആവശ്യമുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, തൈര്, മല്ലിയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും തക്കാളിയും കൂടിയും കുക്കറിലിട്ടിട്ടൊന്ന് വിസിലടിപ്പിച്ചിട്ടാണ് ഞങ്ങളിത് ബിരിയാണിക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുക്കറിൽ വേവിച്ച് വെച്ച ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഒരു ഉരുളിയിലിട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യണതിൽ അത്യാവശ്യത്തിനുള്ള മസാലയൊക്കെ നന്നായി ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഉള്ളിയും തക്കാളിയും വഴറ്റണതിലേക്ക് കുറച്ച് മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പ് ഒക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് അടച്ച് വെച്ച് കുറച്ച് നേരം ആ തൈരും ചിക്കനും കൂടി ഒന്ന് സെറ്റാണ് വരെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വേവാൻ വെക്കുക. ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പച്ചരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പച്ചരി വേവിക്കാനിട്ടതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മളൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പച്ചരി കൊണ്ടുള്ള ചിക്കൻ ബിരിയാണി റെഡിയായി. അപ്പോൾ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പരമാവധി വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.